ഹായ്. അങ്ങനെ നാട്ടിൽ നിന്ന് മുംബൈയിലെത്തിയതിനു ശേഷം വീട്ടിൽ വന്ന ആ സമയം തൊട്ട് പിള്ളേരെന്നെ തറയെ നിർത്തിയിട്ടില്ല. വാപ്പച്ചി മൊത്തം കറങ്ങി അടിച്ച് വന്നല്ല, ഇനി ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും കറങ്ങണം, പോകണം, എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അങ്ങനെ ഞാൻ പിള്ളേരെയും കൊണ്ട് ഇറങ്ങി ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന്. നേവി മുംബൈയിലെ ഫേമസ് സീവുഡ് ഗ്രാൻഡ് സെൻട്രൽ പോകുന്നത്, അതായത് നെറൂൾ സ്റ്റേഷനിലാണ്. അപ്പോൾ നമുക്ക് കല്യാണിയിൽ നിന്ന് നെറൂളിലോട്ട് പോവുകയാണെങ്കിൽ പനവേൽ വണ്ടിയിൽ പോകണം. കല്യാണിയിൽ നിന്ന് വണ്ടി കയറി നേരെ താനേൽ ഇറങ്ങണം. താനേന്ന് പനവേൽ വണ്ടി പിടിച്ച് നെരൂൾ റൂട്ടിലോട്ട് സീവുഡ് എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്, അവിടെയാണ് ഇറങ്ങേണ്ടത്. വേറൊരു കാര്യം പറയാം, ഈ ട്രെയിൻ യാത്ര ഒരു സുഖമുള്ള ഏർപ്പാടാണെങ്കിലും പക്ഷേ മുംബൈയിലെ ലോക്കൽ ട്രെയിൻ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് തിരക്ക് വളരെ കുറവ്, അല്ലെങ്കിൽ ഒരു രക്ഷയുണ്ടായിരിക്കില്ല. ഉടനെ ഒരു കാറ് മുംബൈയിൽ എടുക്കണം. ഇവിടുത്തത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് വണ്ടിയില്ലാതെ എവിടെയും പോകുന്നത്. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ സീവുഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനിയാണ് മക്കളെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അണ്ടർഗ്രൗണ്ടിലോട്ട് നമ്മൾ ഇറങ്ങിയാണ്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ കാണേണ്ട ഒരു കാഴ്ചയാണ്. ഒരു റെയിൽവേ സ്റ്റേഷനകത്ത് ഇങ്ങനെ ഒരു മാളുണ്ടെന്ന് പറയാൻ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരൊരു റെയിൽവേ സ്റ്റേഷനെ ഒരു മാളാക്കി എടുത്തിരിക്കുകയാണ്. അതായത് ട്രെയിനിൽ നിന്ന് നേരെ വന്നിറങ്ങുന്നത് വലിയൊരു മാളിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ മാള് ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സീവുഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുകൾ ഭാഗത്തേക്ക് 4 ഫ്ലോറോളം മുകളിലേക്ക് വരുന്ന ബിൽഡിംഗ് ആണ് സീവുഡ് ഗ്രാൻഡ് സെൻട്രൽ മാള്. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടെ ഇറങ്ങി നമ്മൾ ചെന്ന് കയറുന്നത് വലിയൊരു മാളിൻ്റെ ഒരു എൻട്രി പോയിന്റിലേക്കാണ്. ആ എൻട്രിയിൽ കൂടെ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതായത് ഒരു കുടക്കീഴിൽ എല്ലാം കിട്ടുന്ന ഒരു മാള്. നമ്മളെ തിരുവനന്തപുരത്ത് നമ്മളെ ലുലു മാള് പോലെയാണ്. അത്ര വലിപ്പം ഇല്ലെങ്കിലും എന്നാൽ അത്രത്തോളം സാധനങ്ങളും അത്രത്തോളം എൻ്റർടൈൻമെൻറ്റുകളും എല്ലാം ഉൾക്കൊള്ളുന്നൊരു മാളാണ്. അതായത് സീവുഡ് ഗ്രാൻഡ് സെൻട്രൽ മാൾ എന്ന് പറയുന്നത് മുംബൈയിൽ തന്നെ ഏറ്റവും വലിയ മാളും, ഒരു കുടക്കീഴിൽ തന്നെ ഫാമിലി ഔട്ടിങ്, ഫുഡ്, മൂവി, കിഡ്സ്, ഫണ്ണ് എല്ലാം ഒരുമിച്ച് കിട്ടുന്നൊരു പ്ലേസും കൂടെയാണ്. കൂടാതെ ഈ മാളിന് മാത്രമായിട്ടൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ബിഗ് മാൾ കൂടെയാണ് ഈ സീവുഡ് സെൻട്രൽ മാള്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാളിൻ്റെ തന്നെ ഒത്ത സെൻറ്ററിൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് മൃഗങ്ങളകത്തുണ്ട്, എല്ലാം ജീവനോടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അത്രയ്ക്ക് സെറ്റപ്പായിട്ട് അവർ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് കുറച്ച് മൃഗങ്ങളുടെ ആക്ഷനൊക്കെ കാണിക്കുന്ന രീതിക്കും അതുപോലെ കുറച്ച് സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ കൊടുത്തിട്ട് നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക്. പക്ഷേ അകത്ത് ചെറിയൊരു ഏരിയ ആണെങ്കിലും അകത്ത് കയറുന്നതിന് നല്ലൊരു എമൗണ്ടാണ് ഫീസ് അവർ വാങ്ങിക്കുന്നത്. ഒരു കുട്ടിക്ക് കയറുന്നതിന്, ഒരു കിഡിന്, അതായത് വലുപ്പവും ചെറുപ്പവും ഇല്ല, 300 രൂപ ടിക്കറ്റാണ് അവർ മേടിക്കുന്നത്. അതായത് 300 രൂപ ടിക്കറ്റിൽ 2 പിള്ളേർ കയറുന്നുണ്ടെങ്കിൽ ഒരു ആൾക്ക് പേരൻസിനും കൂടെ എക്സ്ട്രാ കയറാം. അപ്പോൾ അങ്ങനെയാണ് എൻട്രി ഇതിനകത്തുള്ള. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അതിനകത്ത് കയറാതെ ഒരു പേരൻസിനും പോകാൻ പറ്റില്ല. അത്രയ്ക്ക് കുട്ടികളെ ആകർഷിക്കുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സിംഹവും കടുവയും ആനയൊക്കെ വന്നിരുന്ന് തലയാട്ടുന്നതും ഇളകുന്നതും ഒക്കെ പോലെ തന്നെ ഉണ്ട് അകത്തെ കാഴ്ചകൾ. അങ്ങനെ വലിയ പഴക്കമൊന്നുമില്ല. 2017 മാള് ഓപ്പൺ ചെയ്തത്. പിന്നെ മെയിനായിട്ട് ഷോപ്പിങ്ങിലുള്ളത് ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് എല്ലാം ഉണ്ട്. ക്ലോത്ത്, ഷൂ, ഇലക്ട്രോണിക്സ്, ടോയ്സ്, ഫാമിലി ഷോപ്പിങ്ങിനായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. കൂടാതെ കിഡ്സിൻ്റെ പ്ലേ ഏരിയസ് അല്ലാതെ തന്നെ കിഡ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റഡി മെറ്റീരിയൽസ് ഉള്ളതും ബുക്കുകളും ടെസ്റ്റുകളും അങ്ങനെ ആയിട്ടുള്ളൊരു സെപ്പറേറ്റ് ഏരിയ വേറെ തന്നെ ഉണ്ട്. അടുത്ത് പിന്നെ നമ്മളെ എല്ലാ മാളുകളിലും ഉള്ളതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ വരുന്ന എൻ്റർടൈൻമെൻറ്റ്, ഫിലിം അങ്ങനെ വരുന്നതും ഫുഡ് ഐറ്റംസും ഒക്കെയാണ്. അതിൽ തന്നെ സിനിപോളിസിൻ്റെ മൾട്ടിപ്ലെക്സ് മൂവീസ്, എൻ്റെ മോനെ അത് ചെയ്തു വച്ചിരിക്കുന്നത് കണ്ട ഇതുവരെ സിനിമ കാണാത്ത ഒരാളാണെങ്കിൽ പോലും കയ്യിലുള്ള പൈസ കൊടുത്തൊരു ടിക്കറ്റ് എടുത്ത്
അവിടുന്ന് ഒരു സിനിമ കാണാൻ തോന്നും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വലിയവർക്കും ചെറിയവർക്കും ആയിട്ടുള്ള ഗെയിമിംഗ് സോൺസ് അതെല്ലാം ഏരിയയിലാണ്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്താണ് നമ്മളെ ഫുഡ് കോർട്ട് വരുന്നത്. എൻ്റെ മോനെ, ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫുഡ് കോർട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ, ആൾറെഡി ഈ മാളിൽ കയറിയാൽ തിരിച്ചിറങ്ങാനുള്ള വഴി നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെയാണ് ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ്. ബിഗ് ഫുഡ് കോർട്ടാണ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ചൈനീസ്, ഫാസ്റ്റ് ഫുഡ്, കഫേ, ഡെസേർട്ട്, അങ്ങനെ ഒരു രക്ഷയില്ല. നമ്മൾ കാണാത്തതും കണ്ടതും കഴിക്കാത്തതും കഴിച്ചതുമായിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഫുഡ് കോർട്ട്. പിന്നെ ഇരിക്കാനൊക്കെ വിശാലമായ സ്ഥലം. നമുക്ക് എത്ര പേരുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ഫുഡ് മേടിച്ച് കൊണ്ടുവന്ന് ഇരുന്ന് കഴിക്കാനുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഏരിയ തന്നെ അതിന് മാത്രമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഹാള് തന്നെയാണ് അതിനു വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഥലം നല്ല പ്രോപ്പർ അറേഞ്ച്മെൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഫുഡ് ഏരിയ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയയാണ് ഈ ഫുഡ് കോർട്ട്. അങ്ങനെ ഏകദേശം ഒരു രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന്. ഇതൊന്നും അല്ല ശരിക്കും മാള്, ഫുള്ള് ഇനിയുണ്ട്. ശരിക്കും ഒരുപാട് ഞാൻ എത്താത്ത സ്ഥലങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇനി നിങ്ങൾക്ക് ഞാൻ മാളിൻ്റെ മുൻഭാഗം കാണിച്ചു തരാം. അതായത് റോഡിൽ നിന്ന് കാണുമ്പോൾ ഉള്ള കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് സീവുഡ് ഗ്രാൻഡ് സെൻട്രൽ മാള്, നേവി മുംബൈ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്, സീവുഡ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റ് എൻജിനീയറിംഗ് ഐഡിയയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, സൂപ്പർ. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇനിയും നല്ല മുംബൈയിലെ വിശേഷങ്ങളുമായിട്ട് കാണാം. അടുത്ത് ഞാൻ പറഞ്ഞ കല്യാണങ്ങളാണ് വരാൻ പോകുന്നത്. 2 രീതിക്കുള്ള കല്യാണമാണ്. അപ്പോൾ ആ വീഡിയോയിൽ കാണാം. താങ്ക് യു.